നമസ്കാരം. ഉപനിഷത്തുകൾ എന്ന പുരാതന ഭാരതീയ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഈ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവ വെറും പൊടിപിടിച്ച പഴയ പുസ്തകങ്ങളല്ല, മറിച്ച് യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിക്കുന്ന, ഇന്നും നമ്മളോട് സംസാരിക്കുന്ന ഒരു വലിയ വിജ്ഞാനശാഖയാണ്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? കേനോപനിഷത്തിൽ നിന്നുള്ള വളരെ ലളിതമായ എന്നാൽ ഒരുപാട് ആഴങ്ങളുള്ള ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതാണ് നമ്മൾ ഈ യാത്രയിൽ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രധാന രഹസ്യം. അതായത്, നമ്മുടെയൊക്കെ ബോധത്തിന് പിന്നിലെ യഥാർത്ഥ ശക്തി എന്താണ്? ആരാണ് നമ്മുടെയൊക്കെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ശരിക്കും നിയന്ത്രിക്കുന്നത്? സത്യത്തിൽ ഉപനിഷത്തുകളുടെ രീതി തന്നെ ഒരു ചോദ്യം ചെയ്യലാണ്. ഈ ലോകത്തെ അറിയാനും അനുഭവിക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സ്വന്തം ഉപകരണങ്ങളുണ്ടല്ലോ, നമ്മുടെ കണ്ണ്, കാത്, ശ്വാസം, മനസ്സ്, ഇവയെ തന്നെയാണ് ഉപനിഷത്തുകൾ ആദ്യം ചോദ്യം ചെയ്യുന്നത്. ഇവയുടെയൊക്കെ യഥാർത്ഥ സൂത്രധാരൻ ആരാണ്? ഇത് വെറുമൊരു ഫിലോസഫിക്കൽ ചോദ്യം മാത്രമല്ല, മറിച്ച് നമ്മുടെ ഓരോ പ്രവൃത്തിക്കും ഓരോ കാഴ്ചയ്ക്കും പിന്നിലുള്ള ആത്യന്തികമായ ഊർജ്ജത്തെ കണ്ടെത്താനുള്ളൊരു അന്വേഷണമാണ്. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മൾ കാണുന്നു, കേൾക്കുന്നു, ചിന്തിക്കുന്നു. എന്നാൽ ഇതിനെല്ലാം പിന്നിലിരുന്ന് ഇവയെ സാധ്യമാക്കുന്ന ആ യഥാർത്ഥ കേന്ദ്രമേതാണ്? അതാണ് ഉപനിഷത്തുകളുടെ പ്രധാന അന്വേഷണം. ഇവിടെ ഉപനിഷത്തുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. നമ്മൾ തേടുന്ന ആ പരമമായ യാഥാർത്ഥ്യത്തെ, അതായത് ബ്രഹ്മത്തെ, നമ്മുടെ മനസ്സിനോ വാക്കുകൾക്കോ പൂർണ്ണമായി വിവരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്നോ? കാരണം ആ വിവരിക്കാനുള്ള കഴിവിന്റെ ഉറവിടം തന്നെ അതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കണ്ണിന് മറ്റെല്ലാത്തിനെയും കാണാൻ കഴിയും, പക്ഷേ കണ്ണിന് സ്വയം കാണാൻ കഴിയില്ലല്ലോ. അതുപോലെയാണ് മനസ്സിന് അതിന്റെ ഉറവിടത്തെ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണത്തിൽ നമ്മുടെ മനസ്സിന്റെ പങ്ക് എന്താണ്? നമ്മുടെ അനുഭവങ്ങളുടെ എല്ലാം യജമാനൻ മനസ്സാണോ? അതോ അതിനും ചില പരിമിതികളൊക്കെയുള്ള ശക്തമായ ഒരു ഉപകരണം മാത്രമാണോ അത്? വളരെ രസകരമായ ഒരു കാര്യമാണിത്. പുരാതന ഭാരതീയ ചിന്തയിൽ മനസ്സിനെ കാണുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതായത്, മനസ്സ് തന്നെ ഒരു ഇന്ദ്രിയമാണ്. കണ്ണ്, കാത്, മൂക്ക് പോലെ ഒരു ഇന്ദ്രിയം. എന്നാൽ മറ്റിന്ദ്രിയങ്ങൾ നൽകുന്ന വിവരങ്ങൾക്ക് അർത്ഥം നൽകുന്ന, അവയെ ഏകോപിപ്പിക്കുന്ന ഒരു മാസ്റ്റർ സെൻസ് അഥവാ പരമോന്നത ഇന്ദ്രിയമാണ് മനസ്സ്. ഇത് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകും. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യമായി ആലോചിച്ചിരിക്കാറില്ലേ? ആ സമയത്ത് നമ്മുടെ മുന്നിലൂടെ ആര് പോയാലും എന്ത് ശബ്ദം കേട്ടാലും നമ്മളത് അറിയണമെന്നില്ല, ശരിയല്ലേ? നമ്മുടെ കണ്ണ് തുറന്നിരിക്കുന്നുണ്ടാവാം, കാത് കേൾക്കുന്നുണ്ടാവാം, പക്ഷെ മനസ്സ് അവിടെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ മനസ്സിന്റെ ശ്രദ്ധയില്ലാതെ ഒരൊറ്റ അനുഭവവും പൂർണ്ണമാവുന്നില്ല എന്ന് സാരം. ഇവിടെയാണ് മനസ്സിന്റെ പരിമിതികളെക്കുറിച്ച് ഉപനിഷത്തുകൾ സംസാരിക്കുന്നത്. എല്ലാം മനസ്സിലാക്കാൻ സഹായിക്കുന്ന മനസ്സിന് അതിന്റെ തന്നെ ഉറവിടത്തെ, അതിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയെ മനസ്സിലാക്കാൻ കഴിയുമോ? ഈ ആശയം ഒന്നുകൂടി വ്യക്തമാക്കാൻ പുരാതന ഗ്രന്ഥങ്ങളിലെ ഒരു ചെറിയ കഥ നമുക്ക് നോക്കാം. ഈ കഥയിൽ അഗ്നി, വായു, ഒടുവിൽ മനസ്സിന്റെ അധിപനായ ഇന്ദ്രൻ പോലും ബ്രഹ്മം എന്ന ആ പരമമായ ശക്തിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എപ്പോഴാണോ ഇന്ദ്രന്റെ മനസ്സ് അതിനെ വിശകലനം ചെയ്യാനും പിടിച്ചെടുക്കാനും ശ്രമിച്ചത്, ആ നിമിഷം തന്നെ അത് അപ്രത്യക്ഷമായി. ഇതിലൂടെ ഉപനിഷത്തുകൾ വളരെ വ്യക്തമായി പറയുന്നു, നമ്മുടെ ചിന്തയുടെയും വിശകലനത്തിന്റെയും സാധാരണ വഴികളിലൂടെ ആ പരമമായ യാഥാർത്ഥ്യത്തെ കണ്ടെത്താനാവില്ല. അപ്പോൾ മനസ്സിനെ ഗ്രഹിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെന്തു ചെയ്യും? ഉപനിഷത്തുകൾ മറ്റൊരു വഴി നിർദ്ദേശിക്കുന്നുണ്ട്. പുറത്തേക്കുള്ള അന്വേഷണം നിർത്തി നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിയുന്നൊരു യാത്ര. നമ്മുടെ അസ്തിത്വത്തിന്റെ തന്നെ പല പടവുകൾ കയറിപ്പോകുന്നൊരു യാത്രയാണത്. ഇത് സ്വയം മനസ്സിലാക്കാനുള്ള ഒരുതരം റോഡ് മാപ്പ് പോലെയാണ്. ഏറ്റവും പുറമേയുള്ള തലങ്ങളിൽ നിന്ന് തുടങ്ങി ഓരോ പാളികളായി നമ്മുടെ അസ്തിത്വത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള തലത്തിലേക്ക് എങ്ങനെ എത്താമെന്ന് ഇത് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ഈ ഗോവണിയൊന്ന് കയറി നോക്കാം. ഏറ്റവും താഴത്തെ പടി നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്, ലോകത്തെ അറിയാനുള്ള വാതിലുകൾ. അതിനു മുകളിലാണ് ഈ വിവരങ്ങളെയെല്ലാം ഏകോപിപ്പിക്കുന്ന മനസ്സ്. മനസ്സിനു മുകളിലാണ് ബുദ്ധിയുടെ സ്ഥാനം. ശരിയും തെറ്റും തിരിച്ചറിയാനും തീരുമാനങ്ങൾ എടുക്കാനും നമ്മളെ സഹായിക്കുന്ന ശക്തി. അതിനപ്പുറമാണ് മഹാത്മാവ്, നമ്മുടെ വ്യക്തിപരമായ ബോധത്തിനും അപ്പുറമുള്ള ഒരു വലിയ ബോധതലം. അതിനും പിന്നിൽ അവ്യക്തം, പ്രകടമാകാത്ത, എന്നാൽ എല്ലാറ്റിൻ്റെയും ഉറവിടമായ ഒരവസ്ഥ. ഏറ്റവും മുകളിൽ പുരുഷൻ, എല്ലാറ്റിനും അതീതമായ, മാറ്റമില്ലാത്ത പരമമായ ആത്മാവ്. അതിനപ്പുറം മറ്റൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ആന്തരിക യാത്ര എങ്ങനെയാണ് സാധ്യമാവുക? വെറുതെ അറിഞ്ഞാൽ മാത്രം മതിയോ? ഉപനിഷത്തുകൾ പറയുന്നത് ഇതിന് ബോധപൂർവമായ ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമാണെന്നാണ്. നചികേതസ് എന്നൊരു കൊച്ചുകുട്ടിയുടെ കഥയിലൂടെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇവിടെ ഓരോ അന്വേഷകനും ജീവിതത്തിൽ നേരിടുന്ന അടിസ്ഥാനപരമായൊരു ചോദ്യമാണ് യമൻ ചോദിക്കുന്നത്. എളുപ്പമുള്ള, താൽക്കാലിക സുഖങ്ങൾ തരുന്ന വഴിയാണോ വേണ്ടത്, അതോ സത്യത്തിലേക്കുള്ള, ഒരുപക്ഷെ കുറച്ച് ബുദ്ധിമുട്ടേറിയതും എന്നാൽ ശാശ്വതമായ വഴിയാണോ വേണ്ടത്? ഈ രണ്ടു വഴികളും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ്. പ്രേയസ് അഥവാ സുഖകരമായ പാത,
താൽക്കാലികമായ സന്തോഷങ്ങൾ തരും, പക്ഷേ നമ്മളെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കും. എന്നാൽ ശ്രേയസ് അഥവാ നല്ല പാത തുടക്കത്തിൽ ചിലപ്പോൾ കഠിനമായി തോന്നാം, പക്ഷേ അത് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കും. ജ്ഞാനികൾ ശ്രേയസ് തിരഞ്ഞെടുക്കുന്നു, മറ്റുള്ളവർ പ്രേയസിൽ കുടുങ്ങിപ്പോകുന്നു. നചികേതസിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള യമന്റെ ഈ വാക്കുകൾ ഒരു കാര്യം അടിവരയിടുന്നുണ്ട്. പെട്ടെന്നുള്ള സുഖങ്ങളെയും ഭൗതിക നേട്ടങ്ങളെയും മറികടന്ന് ജ്ഞാനത്തിന്റെ പാത തിരഞ്ഞെടുക്കാൻ വലിയ ധൈര്യവും വിവേകവും ആവശ്യമാണ്. അങ്ങനെ ഈ ബുദ്ധിമുട്ടേറിയ വഴിയിലൂടെയുള്ള ആന്തരിക യാത്രയുടെ അന്തിമ ലക്ഷ്യമെന്താണ്? ഈ യാത്ര നമ്മളെ എവിടെയാണ് എത്തിക്കുക? നമുക്ക് നോക്കാം. തദ്വനം എന്ന ഈ മനോഹരമായ വാക്ക് കേൾക്കൂ. അതായത് ലക്ഷ്യമൊരു ശൂന്യതയോ ഇല്ലാതാവലോ ഒന്നുമല്ല, മറിച്ച് അഗാധമായ സ്വയം നിലനിൽക്കുന്ന ഒരു ആനന്ദമാണ്. ഇത് നമ്മൾ സാധാരണ അനുഭവിക്കുന്ന സന്തോഷം പോലെയല്ല, പുറത്തുനിന്നുള്ള ഒന്നിനെയും ആശ്രയിക്കാത്ത നമ്മുടെ ഉള്ളിൽ നിന്നു തന്നെ ഉറവെടുക്കുന്ന ഒരുതരം പൂർണ്ണതയും ആനന്ദവുമാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇതൊരു ബുദ്ധിപരമായ അറിവ് മാത്രമല്ല, മറിച്ച് അനുഭവപരമായൊരു പരിവർത്തനമാണ്. എല്ലാ അസ്തിത്വത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്യന്തികമായ ഉറവിടവുമായി നമ്മൾ ഒന്നായിത്തീരുന്നൊരവസ്ഥ. എല്ലാ ഭയത്തിൽ നിന്നും അരക്ഷിതാവസ്ഥയിൽ നിന്നും പൂർണ്ണമായ മോചനം നേടുന്ന ഒരു നില. ഈയൊരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഈ പുരാതനമായ അന്വേഷണം അവസാനം നമ്മൾ ഓരോരുത്തരിലേക്കും തിരികെയാണ്. സ്വന്തം മനസ്സിൻ്റെയും ചിന്തയുടെയും അതിരുകൾക്കപ്പുറം എന്തായിരിക്കാം നമ്മളെ കാത്തിരിക്കുന്നത്? ഇതൊന്ന് ആലോചിച്ച് നോക്കൂ.